സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ICDS-നകത്ത് ICDS 1 നോക്കിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ICDS 2 ആണ്. അപ്പോൾ ICDS 2 നമ്മുടെ അസസ്മെൻറ്റ് ഓഫ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല അഡ്ജസ്റ്റ്മെൻറ്റും വരുന്ന ഒരു ICDS-ഉം കൂടിയാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ICDS 2. അപ്പോൾ ICDS 2 വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ്. വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യത്തെ ഏരിയയിൽ പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഡീവിയേഷൻ മാത്രം നമ്മൾ കാര്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻവെൻട്രി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, ഇൻവെൻട്രി ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, ഇൻവെൻട്രി ഓഫ് റോ മെറ്റീരിയൽസ് ഒക്കെ വരാം. പക്ഷേ ഒരു കാരണവശാലും ഇതിനകത്ത് വരാത്തത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിനകത്ത്, കൺസ്ട്രക്ഷനകത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ എ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ഇവിടെ എടുക്കരുത്. ബിക്കോസ് അതിന് സെപ്പറേറ്റ്ലി ദേ മെയ്ഡ് എ ICDS. അപ്പോൾ ആ ICDS പ്രകാരമാണ് അത് വാല്യൂ ചെയ്യാൻ. അപ്പം ഇൻവെൻട്രി ആയിട്ട് കീപ്പ് ചെയ്യുന്ന വർക്ക് ഇൻ പ്രോഗ്രസ് അണ്ടർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് യു ഹാവ് ടു ടേക്ക് ICDS 3, ഡോണ്ട് കൺസിഡർ ICDS 2. അതുപോലെ സെക്യൂരിറ്റീസ്, ഈ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, അതിന് ICDS 8 ഉണ്ട്. ICDS 8 ടൈപ്പ് ഓഫ് വാല്യൂഷനും ഇവിടുത്തെ വാല്യൂഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ICDS 2 ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നു, പ്രിൻസിപ്പിളൊക്കെ സെയിം ആണ്, കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് എടുക്കണമെന്നാണ്. പക്ഷേ അതിനകത്തേക്ക് പോകുമ്പോൾ ചില കാര്യമായ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഷെയർസ്, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡെറ്റ്, സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഡിബഞ്ചേഴ്സ് തുടങ്ങിയ സാധനങ്ങൾ വാല്യൂ ചെയ്യുമ്പോൾ യു ഹാവ് ടു ടേക്ക് ICDS 8 സെക്യൂരിറ്റീസ്. അത് നമ്മളെല്ലാം പഠിക്കും, ICDS 8ഉം 3ഉം ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അത് രണ്ടും ഒഴികെ ബാക്കി കംപ്ലീറ്റ് ഇൻവെൻട്രി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, റോ മെറ്റീരിയൽസ് ആവാം. ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് ആസ് പെർ ICDS 2 അണ്ടർ ദ ഇൻകം ടാക്സ് ലോ. ICDS 2 അക്കൗണ്ടൻസിലെ സെയിം പ്രിൻസിപ്പിളാണ്, ഒരു വ്യത്യാസവും. ദ സ്റ്റോക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെഷർമെൻറ്റ് എങ്ങനെയാണ്, കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ്. ഈ കോസ്റ്റ് ഓർ NRV നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിൽ കുറേ സ്റ്റോക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ഐറ്റം ബൈ ഐറ്റം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാരണം പല ടൈപ്പ് ഓഫ് ഐറ്റംസ് ആയിരിക്കും സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈച്ച് ഐറ്റം ബൈ ഐറ്റം ഓരോ ഐറ്റത്തിൻ്റെയും കോസ്റ്റ് ആ ഐറ്റത്തിൻ്റെ NRV വിച്ച് എവർ ഈസ് ലോവർ, അതുപോലെ അടുത്ത ഐറ്റത്തിൻ്റെ കോസ്റ്റ് ഓർ NRV വിച്ച് ഐറ്റം ബൈ ഐറ്റം തന്നെ നമ്മൾ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് കമ്പയർ ചെയ്യണം. പക്ഷേ ചില കേസുകളിൽ ഇരിക്കുന്ന എല്ലാ ഇൻവെൻട്രിയും ഏതാണ്ട് മോർ ഓർ ലെസ് സിമിലർ ഐറ്റമാണ്. അപ്പോൾ സിമിലർ ഐറ്റം ആണെങ്കിൽ പിന്നെ അവിടെ ഓരോ ഐറ്റമായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ആഗ്രിഗേറ്റ് ചെയ്തിട്ട് ടോട്ടൽ അത്ര ഇപ്പോൾ 1000 kg ഒരു A എന്നുള്ള പ്രോഡക്റ്റും 1000 kg B എന്നുള്ള പ്രോഡക്റ്റും ഉണ്ടെങ്കിൽ 1000 kg A സിമിലർ ആണല്ലോ. അപ്പോൾ 1000 kg A എന്നുള്ള പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് ഒറ്റയടിക്ക് ഒരുമിച്ച് അങ്ങ് എടുത്താൽ പോരെ, അവിടെ ഐറ്റം ബൈ ഐറ്റം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം നോർമലി ഐറ്റം ബൈ ഐറ്റം നമ്മൾ കമ്പയർ ചെയ്യണം. ബട്ട് സിമിലർ ഐറ്റമാണ് ആൻഡ് കനോട്ട് വാല്യൂ സെപ്പറേറ്റ്ലി. ചില കേസിൽ സെപ്പറേറ്റ് വാല്യൂ ചെയ്യാനും പറ്റത്തില്ല, ഒരേ ഐറ്റവുമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ആഗ്രിഗേറ്റ് ബേസ്. അപ്പോൾ ഒരേ ഐറ്റം ആണെങ്കിൽ നമുക്ക് ആഗ്രിഗേറ്റ് ബേസിൽ എടുക്കാം. അത് സെപ്പറേറ്റ്ലി വാല്യൂ ചെയ്യാൻ സെപ്പറേറ്റ്ലി അതിൻ്റെ NRVയും കോസ്റ്റും ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ആഗ്രിഗേറ്റ് ബേസിസ്. 2, ഈ റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസും നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ലല്ലോ. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർമ്മിച്ചിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് എപ്പോഴും കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ്സിൽ തന്നെ വാല്യൂ ചെയ്യണം. പക്ഷേ റിഗാർഡിങ് റോ മെറ്റീരിയൽ ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് മനസ്സിലാക്കുക, ഈ റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസും ഇനി നമ്മൾ റോ മെറ്റീരിയൽ ആണെങ്കിൽ അതിനടുത്ത് ഇനി അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവും, എന്നിട്ട് ഫിനിഷ്ഡ് ഗുഡ്സാണ് വിൽക്കുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവും, എന്നിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിലും ഒരു കാരണവശാലും നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആ ഫിനിഷ്ഡ് ഗുഡ്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റിനേക്കാളും താഴെ നമ്മൾ വിൽക്കത്തില്ലല്ലോ. അതുകൊണ്ട് റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസും ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ലെസ്സിലോട്ട് വാല്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ്. അത് കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ മതി. കാരണം അതിനകത്ത് ഒരു കാരണവശാലും അതിൻ്റെ താഴെ NRV വരുന്ന സിറ്റുവേഷൻ ഉദിക്കുന്നില്ല. ഫിനിഷ്ഡ് ഗുഡ്സാണ് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും വില കുറച്ച് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് വളരെ കുറഞ്ഞു പോകാം, കോസ്റ്റിലും താഴ്ത്തി ചിലപ്പോൾ നമ്മൾ വിൽക്കേണ്ടി വരും. കാരണം അവിടെ കൺവേർഷൻ കോസ്റ്റും ബാക്കി എല്ലാം കൂടെ ചേർന്നാണ് ആ ഫിനിഷ്ഡ് ഗുഡ്സ് എത്തിയത്. പക്ഷേ റോ മെറ്റീരിയലിനെ സംബന്ധിച്ചും WIP സംബന്ധിച്ചും അത് പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് വിൽക്കുമ്പോൾ റോ മെറ്റീരിയലിൻ്റെയും WIPയുടെയും താഴോട്ട് നമ്മൾ വിൽക്കത്തില്ല, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റിന് താഴോട്ട് നമ്മൾ വിൽക്കത്തില്ല. അതുകൊണ്ട് റോ മെറ്റീരിയൽ ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്യാൻ ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റീവാണ് ഫിനിഷ്ഡ് ഗുഡ്സ് റോ മെറ്റീരിയലിൻ്റെ WIPയേക്കാളും മുകളിലോട്ടുള്ള പ്രൈസിനെ വിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഫ്യൂച്ചറിൽ എന്തായാലും ഹയർ പ്രൈസിനെ വിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കോസ്റ്റ് കുറവാണ്, കോസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്നത്, കമ്പയർ ചെയ്യേണ്ട. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് തോന്നുവാണ് റോ മെറ്റീരിയലും WIPയും വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ തോന്നുവാണ് ഈ സാധനം ചിലപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയാൽ ഈ സാധനം വാങ്ങിച്ച വില പോലും കിട്ടത്തില്ല എന്ന് തോന്നിയാൽ സെയിം പ്രിൻസിപ്പിളിലോട്ട് തന്നെ മടങ്ങിപ്പോകണം, കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ അതവിടെ സബ്ജക്റ്റ് കണ്ടീഷനാണ്. ജനറലി കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ മതി. ഏതൊക്കെ? റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസും കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ മതി. കാരണം അതിൻ്റെ കോസ്റ്റിലും മുകളിലത്തൊരു ഫിഗറിനെ ഇനി അത് വിൽക്കുകയുള്ളൂ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട്. അതുകൊണ്ട് അത് കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ സാധാരണയിൽ റോ മെറ്റീരിയലും WIPയും അറ്റ് കോസ്റ്റ് എടുത്താൽ മതി. അല്ലാത്ത ഐറ്റങ്ങൾ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് ആണ്.
അപ്പോൾ സ്റ്റോക്കിൽ ഒരുപിടി ഐറ്റംസ് ഇരിപ്പുണ്ടെങ്കിൽ ഐറ്റം ബൈ ഐറ്റം ഓരോന്നിൻ്റെയും കോസ്റ്റും NRVയും കമ്പയർ ചെയ്ത് ലോവർ എടുക്കുക. പക്ഷേ ഒരേ സിമിലർ ഐറ്റമാണ്, കാര്യമായ വ്യത്യാസങ്ങൾ അതിനകത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമല്ല സെപ്പറേറ്റ് നമുക്ക് വാല്യൂ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആഗ്രിഗേറ്റ് ബേസിസിൽ ടോട്ടൽ ഐറ്റത്തിൻ്റെ കോസ്റ്റ്, ടോട്ടൽ NRV വിച്ച് ഇസ് ലെസ് എടുത്താൽ മതി. ഏതൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്ന മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. FIFO, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, റീറ്റെയിൽ മെത്തേഡ്, നെറ്റ് റീറ്റെയിൽ മെത്തേഡ്, NRV മെത്തേഡ്. ഈ 4 മെത്തേഡാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ റെയർലി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. അത് ജനറലി സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് വേറെ ഒരു മെത്തേഡിലും കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ജനറലി പെർമിറ്റ് ചെയ്യുന്നൊരു മെത്തേഡ് അല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. ജനറലി പെർമിറ്റ് ചെയ്യുന്ന FIFO ഉപയോഗിക്കാം, വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കാം, റീറ്റെയിൽ മെത്തേഡ് ഉപയോഗിക്കാം, NRV മെത്തേഡ് ഉപയോഗിക്കാം. ബട്ട് വെരി റെയർലി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു അപ്രോക്സിമേറ്റ്ലി ആക്ച്വൽ കോസ്റ്റിനോടത്ത് അപ്പുറത്തോട്ട് ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ആ ആക്ച്വൽ കോസ്റ്റിന് അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടി ബെസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡാണെന്ന് കണ്ടാൽ വി ക്യാൻ യൂസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇനി കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് എന്നാണ്. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ എന്തൊക്കെ എടുക്കും? നമുക്കറിയാം പർച്ചേസ് കോസ്റ്റ് എടുക്കും, പർച്ചേസ് കോസ്റ്റ് ഓഫ് ദ ഇൻവെൻട്രി. പക്ഷേ പർച്ചേസ് കോസ്റ്റ് ഓഫ് ദ ഇൻവെൻട്രി എടുക്കുമ്പോൾ അത് പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലും GSTയോ അങ്ങനെ എന്തെങ്കിലും ടാക്സുകൾ അടച്ചിട്ടുണ്ടെങ്കിൽ ITC കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും അത് ഇൻക്ലൂസീവ് മാനറിൽ എടുക്കണമെന്നാണ് പറയുന്നത്. അത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രൊവിഷനാണ്. കോസ്റ്റ് എടുക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡിങ് ഡ്യൂട്ടീസ് ഓർ ടാക്സസ് എന്ന് എടുത്ത് പറയുന്നുണ്ട് പർച്ചേസ് കോസ്റ്റ് എടുക്കുമ്പോൾ. പിന്നെ സർവീസസ് ഫോർ ദാറ്റ് ഇൻവെൻട്രി, സർവീസസ് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, പിന്നെ അതർ കോസ്റ്റ് ടു ബ്രിങ് ദ ഇൻവെൻട്രി ടു ഇറ്റ്സ് പ്രസൻറ്റ് കണ്ടീഷൻ. അപ്പോൾ പർച്ചേസ് കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് പോലുള്ള സർവീസ് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റുകൾ, അതർ കോസ്റ്റ് ടു ബ്രിങ് ദി പ്രസൻറ്റ് കണ്ടീഷൻ ഓർ പ്രസൻറ്റ് ലൊക്കേഷൻ. ഇപ്പോഴത്തെ ഈ സെയിം പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ചിലവായ കംപ്ലീറ്റ് കോസ്റ്റുകൾ എടുക്കാൻ പാടില്ലാത്തത് അബ്നോർമൽ മെറ്റീരിയൽ കോസ്റ്റുകൾ, അബ്നോർമൽ ലേബർ കോസ്റ്റ്, അങ്ങനത്തെ എടുക്കരുത്. കാരണം അതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ചാർജ് ചെയ്യണം സ്ട്രൈറ്റ് അവേ. അതൊരു കാരണവശാലും ഇൻവെൻട്രിക്കകത്ത് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അബ്നോർമൽ വേസ്റ്റഡ് മെറ്റീരിയൽ, അബ്നോർമൽ ലേബർ, അബ്നോർമൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതൊരു സ്റ്റോറേജ് കോസ്റ്റ് ഇൻവെൻട്രിയിൽ ആഡ് ചെയ്യരുത്. സ്റ്റോറേജ് കോസ്റ്റ് അത് നമ്മൾ PNL അക്കൗണ്ടിൽ വേണം ചാർജ് ചെയ്യാൻ. സ്റ്റോറേജ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നോട്ട് റിലേറ്റഡ് ടു ഇൻവെൻട്രി എടുക്കാൻ പാടില്ല. സെല്ലിംഗ് കോസ്റ്റ് ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പോൾ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുകൾ ഇൻവെൻട്രിയെ കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി നമുക്ക് വരുന്നതാണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എടുക്കരുത്, എക്സ്ക്ലൂഡ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി സ്റ്റോക്കിൻ്റെ കോസ്റ്റിനകത്ത് ഇതൊന്നും വരരുത്. അബ്നോർമൽ വേസ്റ്റഡ് മെറ്റീരിയൽ, അബ്നോർമൽ വേസ്റ്റഡ് ലേബർ, അബ്നോർമൽ വേസ്റ്റഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതിൽ അബ്നോർമൽ സ്റ്റോറേജ് കോസ്റ്റ് വരരുത്, അബ്നോർമൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരരുത്. സ്റ്റോറേജ് കോസ്റ്റ് എന്തായാലും എടുക്കരുത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നോട്ട് റിലേറ്റഡ് ടു ഇൻവെൻട്രി എടുക്കരുത്. സെല്ലിംഗ് കോസ്റ്റ് എടുക്കാൻ പാടില്ല. ജസ്റ്റ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ഇതൊന്നും അത്ര ഭയങ്കര കോറല്ല, പക്ഷേ ഈ ഒരു പാർട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് എന്നുള്ളതും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്ന വേർഡുകളൊക്കെ തന്നെയാണ്. ഇനി എന്താ അറിയേണ്ടത് നമ്മൾ സാധാരണ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് FIFOയോ വെയ്റ്റഡ് ആവറേജോ റീറ്റെയിലോ NRVയോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. റീസണബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ ഒരു മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ പറഞ്ഞ ICDS 2 പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്താൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, ചേഞ്ച് ചെയ്യാൻ പാടില്ല. റീസണബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് റീസണബിൾ കോസ്റ്റ് എന്ന് ICDS 2 പറഞ്ഞിട്ടൊന്നുമില്ല. റീസണബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, ഡിസൊല്യൂഷൻ ഓഫ് എൻ AOP, ഡിസൊല്യൂഷൻ ഓഫ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, വെദർ ഓർ നോട്ട് ദ ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂഡ്. അങ്ങനെ പറയുന്നുണ്ട്, വെദർ ഓർ നോട്ട് ദ ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂഡ്. ബിസിനസ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്താലും ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ദ സ്റ്റോക്ക് മസ്റ്റ് ബി വാല്യൂഡ് അറ്റ് NRV, നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂയിൽ മാത്രമേ വാല്യൂ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും അവിടെ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് എടുക്കരുത്. അവിടെ കോസ്റ്റ് കുറവാണ്, NRV കുറവാണ്, കോസ്റ്റ് ഹയർ ആണ്, NRV എടുത്താൽ മതി. കോസ്റ്റ് കുറവാണ്, NRV കൂടുതലാണ്, NRV എടുത്താൽ മതി. അപ്പോൾ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് അല്ല. ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, AOP, BOI, ഇറ്റ് മസ്റ്റ് ബി വാല്യൂഡ് അറ്റ് NRV. ആക്ച്വലി പണ്ട് ശക്തി ട്രേഡിംഗ് കമ്പനി എന്നുള്ള കേസിലും ALA ഫേം, ആല ഫേം എന്ന് പറയും, ALA ഫേം എന്നുള്ള കേസിലും ശക്തി ട്രേഡിംഗ് കമ്പനി എന്നുള്ള കേസിലും സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞത്, ഒരു ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം നടക്കുന്ന സമയത്ത് ബിസിനസ് റിമൈനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിനെ സ്റ്റോക്ക് ഓർ NRV, കോസ്റ്റ് ഓർ NRV വിച്ച് ഒരു ലെസ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അതേസമയം ആ ഡിസൊല്യൂഷനോടുകൂടി ബിസിനസ്സും ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ NRVയിൽ വാല്യൂ ചെയ്തോളാൻ പറഞ്ഞു. ആര്? സുപ്രീം കോർട്ട്. ബട്ട് ആ സുപ്രീം കോർട്ട് കേസിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ടാണ് ICDS 2 വന്നിരിക്കുന്നത്.
നമുക്കറിയാം ICDS 2 അല്ലെങ്കിൽ ICDSന് സെക്ഷൻ 145 സബ്സെക്ഷൻ 2 പ്രകാരം ലീഗൽ ബാക്കിംഗ് ഉണ്ട്. അതുകൂടാതെ 2018 ബഡ്ജറ്റിൽ 145A എന്ന് പറയുന്ന സെക്ഷൻ 145B തുടങ്ങിയ സെക്ഷൻസൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ICDSലെ പല പ്രൊവിഷൻസിനും ഇൻകം ടാക്സ് ആക്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആക്ടിൽ ഒരു വാലിഡിറ്റി ഉണ്ടെന്നാക്കി. അപ്പോൾ ഇപ്പോൾ ആക്ട് അമെൻഡ് ചെയ്തതുകൊണ്ട് ശക്തി ട്രേഡിംഗ് കമ്പനി എന്നുള്ള സുപ്രീം കോടതി കേസിൻ്റെ വിധിയും ALA ഫേമിൻ്റെ വിധിയൊക്കെ ഓവർ റൈഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ICDS 2 പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ AOPയോ BOയോ ഡിസൊല്യൂഷൻ നടന്നാൽ അവിടെ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിലും ബിസിനസ് ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്താലും വെദർ ഓർ നോട്ട് ദ ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂ, ആ വേർഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ICDSൽ. അപ്പോൾ വെദർ ഓർ നോട്ട് ദ ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂ ദ ക്ലോസിംഗ് സ്റ്റോക്ക് മസ്റ്റ് ബി വാല്യൂഡ് അറ്റ് NRV, മാർക്കറ്റ് വാല്യൂയിൽ വാല്യൂ ചെയ്യാവും. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അടക്കം നമ്മൾ അസസ്മെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ക്വസ്റ്റനിൽ ചെയ്തതാണ്. ഇനി ICDS 2 പ്രകാരം എന്തൊക്കെയാണ് നമ്മൾ റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ICDS 2മായി ബന്ധപ്പെട്ട് ഡിസ്ക്ലോഷർ എന്തൊക്കെയാണ്? ഒന്ന്, ഏതൊക്കെ അക്കൗണ്ടിങ് ഈ പറഞ്ഞ കോസ്റ്റിംഗ്, അതായത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? ആ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസികൾ എന്താണ്? അത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. 2, ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ആൻഡ് ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ടോട്ടൽ എത്ര ഇൻവെൻട്രി ഉണ്ട്, ആ ഇൻവെൻട്രിയുടെ ക്യാരിയിങ് എമൗണ്ട്, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അത് റോ മെറ്റീരിയൽ എത്ര, ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര, അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലൊക്കേഷൻ അടക്കം നമ്മൾ അതിനകത്ത് പറയണം. ഇനി 3, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയണം എന്തുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എടുത്തു. ഞാൻ പറഞ്ഞു ജനറലി സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എടുക്കാൻ പാടില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എടുക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ എല്ലാ മെത്തേഡിനേക്കാളും സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ള, ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കി മെത്തേഡ് പരാജയപ്പെടുമ്പോഴേ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എടുക്കാവൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡാണ് എടുക്കുന്നതെങ്കിൽ കൺഫർമേഷൻ ദാറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്രോക്സിമേറ്റ് ദി ആക്ച്വൽ കോസ്റ്റ് ഹാവ് ടു ബി ഡിസ്ക്ലോസ്, എങ്കിൽ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് 3മാണ് ഡിസ്ക്ലോസർ പറയുന്നത് ICDS 2വിനകത്ത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? ഒന്ന്, ഈ ഇൻവെൻട്രി ICDS 2 എന്ന് പറയുന്ന ICDSനകത്ത് കവർ ചെയ്യാത്ത ഇൻവെൻട്രികൾ ഏതൊക്കെ? ഒന്ന്, വർക്ക് ഇൻ പ്രോഗ്രസ് അണ്ടർ എ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ICDS 2വിൽ കവർ ചെയ്യത്തില്ല. ബിക്കോസ് അതിന് സെപ്പറേറ്റ്ലി മറ്റൊരു ICDS ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിവിടെ കവർ ചെയ്യത്തില്ല. അപ്പോൾ അതിന് ICDS 3 എടുക്കണം. 2, ഷെയർസ്, ഡെറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം അത് ഇൻവെൻട്രി ആയിട്ട് കീപ്പ് ചെയ്താൽ അത് വാല്യൂ ചെയ്യാൻ വേണ്ടി ICDS 2 എടുക്കരുത്. ബിക്കോസ് അതിന് ICDS 8 ഉണ്ട്. ICDS 8 പ്രകാരമാണ് വാല്യൂ ചെയ്യേണ്ടത്. കാരണം ഈ 2 സ്ഥലങ്ങളിലും അതിൻ്റെ കോസ്റ്റ് വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ചെയ്യുന്ന വാല്യൂഷൻ ഈ പറഞ്ഞ ICDS 2മായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് ഇത് രണ്ടും എക്സ്ക്ലൂഡ് ആണ്. ഇതൊഴികെ ബാക്കി റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ബാക്കി കംപ്ലീറ്റ് ഇൻവെൻട്രിയുടെ വാല്യൂഷൻ ആസ് പെർ ICDS 2. ജനറൽ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം, കോസ്റ്റ് ഓർ NRV വിച്ചർ ഈസ് ലെസ്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഐറ്റം ബൈ ഐറ്റം കമ്പയർ ചെയ്യണം. അങ്ങനെ ഐറ്റം ബൈ ഐറ്റം കമ്പയർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എല്ലാം സിമിലർ ഐറ്റം ആണെങ്കിൽ മാത്രം ആഗ്രിഗേറ്റ് ബേസിലോട്ട് പോവാം. റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസും കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ മതി ജനറലി. പക്ഷേ അത് ആ കോസ്റ്റിൽ അത് വാല്യൂ ചെയ്യണമെങ്കിലുള്ള പ്രിൻസിപ്പിൾ എന്താണ്? ഈ പറയുന്ന റോ മെറ്റീരിയലും ഈ WIPയും ഇനി അങ്ങോട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വിൽക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റിനേക്കാൾ മുകളിലേ വിൽക്കുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ കോസ്റ്റ് ലോവർ എന്നുള്ള കോൺസെപ്റ്റിൽ കോസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്നത് NRV ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. മെത്തേഡുകൾ ഫിഫോയും വെയ്റ്റഡ് ആവറേജ്, റീറ്റെയിൽ, NRV നമുക്ക് സെലക്ട് ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് അക്കൗണ്ടിംഗ് ചാനൽ അത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എക്സെപ്ഷണൽ കേസിൽ മാത്രമേ ഏത് ഉപയോഗിക്കാവൂ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി വലിയ പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻവെൻട്രിക്കകത്തിരിക്കുന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്തപ്പോൾ അടച്ച GST അത് ക്രെഡിറ്റ് കിട്ടുമെങ്കിൽ പോലും ഇൻക്ലൂസീവ് മാനറിൽ എടുക്കണമെന്നാണ് പറയുന്നത്. അതൊരു ഭയങ്കര ഡീവിയേഷനാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ നിന്ന്. അതായത് ഇൻക്ലൂസീവ് മാനറിൽ വാല്യൂ ചെയ്യണം. നെക്സ്റ്റ്, എക്സ്ക്ലൂഷൻ ഫ്രം കോസ്റ്റ് ശ്രദ്ധിക്കണം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറയുന്ന എക്സ്ക്ലൂഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അബ്നോർമൽ വേസ്റ്റഡ് മെറ്റീരിയൽ, അബ്നോർമൽ ലേബർ, അബ്നോർമൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ് റിലേറ്റഡ് ടു ഇൻവെൻട്രി, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇൻവെൻട്രി, സെല്ലിംഗ് കോസ്റ്റ്, ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ചേഞ്ച് ഇൻ മെത്തേഡ്. അത്ര ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നുമല്ല, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറഞ്ഞ കാര്യം തന്നെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെൻട്രി വാല്യൂ ചെയ്യാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് മെത്തേഡ് ഫോളോ ചെയ്യണം. നമുക്ക് തോന്നുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമോ AOP BOയോ വന്നാൽ NRVയിലേ വാല്യൂ ചെയ്യാൻ പാടുള്ളൂ, വെദർ ഓർ നോട്ട് ദ ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂ. ഡിസ്ക്ലോസർ പറയുന്നത് അക്കൗണ്ടിംഗ് പോളിസീസ് ഫോർ മെഷറിംഗ് ഇൻവെൻട്രി ആൻഡ് കോസ്റ്റ് ഫോർമുല ഡിസ്ക്ലോസ് ചെയ്യണം. ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെൻട്രിയും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഡിസ്ക്ലോസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ റീസണും അതെന്തുകൊണ്ട് കൂടുതൽ നമ്മൾ അപ്രോക്സിമേറ്റ് ആയി ആ റീസൺ നമ്മൾ പറയണം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ICDS 2. ICDS 2-നകത്ത് പറയുന്ന പല പോയിന്റുകളെയും ഡൽഹി ഹൈക്കോടതി 2017 സംഭവിച്ചൊരു കേസിൽ ക്വസ്റ്റ്യൻ ചെയ്തു ഒരാൾ. അപ്പോൾ അവർ പറഞ്ഞു ഈ ICDSൽ പറയുന്ന പല പ്രിൻസിപ്പിളും ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ആക്ടിലെ പ്രിൻസിപ്പിളിന് എഗൻസ്റ്റ് ആണ്. ഇത് ഭയങ്കര ബോറൻ പ്രിൻസിപ്പിളുകളാണ് പറഞ്ഞത്, തെറ്റാണ്. ഇതൊന്നും പലതും ശരിയല്ല.
ഇതിനു മുമ്പ് പ്രസിഡൻസ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞ പല കേസുകളുടെയും വയലേഷനാണ്. അതുകൊണ്ട് ICDSന് ലീഗൽ ബാക്കിംഗ് ഇല്ല. അതുകൊണ്ട് ICDS 2 പല പ്രിൻസിപ്പിളും എഗൻസ്റ്റ് ഇൻകം ടാക്സ് ലോ ആണ്. അപ്പോൾ ആക്റ്റും, കാരണം കോടതി പറയുന്ന ആക്ടിന് തുല്യമാണല്ലോ, അപ്പം ആക്റ്റും ഈ പറയുന്ന ICDSും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ ആക്റ്റല്ലേ പ്രിവെയിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് ICDS 2 തെറ്റാണ്, അതിലെ പല പ്രിൻസിപ്പിളും തെറ്റാണെന്നൊരു വിധി വന്നു. അതിനെ ഓവർ റീഡ് ചെയ്യാൻ വേണ്ടി 2017 അവർ ആക്ട് അമെൻഡ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്ഷനാണ് 145A. പണ്ട് 145A ഉണ്ടായിരുന്നു, ആ 145A റീഡ്രാഫ്റ്റ് ചെയ്തു. 145A റീഡ്രാഫ്റ്റ് ചെയ്ത് മെയിൻലി ICDS 2 അതുപോലെ ICDS 8 ഇൻവെൻട്രിയും ICDS 2 ഇൻവെൻട്രി രണ്ടും അത് സെക്യൂരിറ്റി ആണല്ലോ. ഇത് രണ്ട് ഇൻവെൻട്രി വാല്യൂ ആണ്. ഈ ഇൻവെൻട്രി വാല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ICDSൻ്റെ പ്രൊവിഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ICDSനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും ഇവിടെ എടുത്തവർ എഴുതി. എന്നിട്ട് ഇവിടെ ICDS 3 എന്നും ICDS 2 എന്നും ICDS 8 എന്നുള്ള വേർഡ് ഇതിനകത്തേക്ക് കോറിലേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ആക്ട് ഇറ്റ് സെൽഫ് ഈസ് റെക്കഗ്നൈസിങ് ICDS എന്നായി, പവർ കൂടി ICDSൻ്റെ. അപ്പോൾ 145A മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ്, റീഡ്രാഫ്റ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? PGBPയിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ 145A സെക്ഷൻ ആപ്ലിക്കബിൾ ആണ്. ഇതാണ് ആദ്യം അവർ പറയുന്നത്. സോ വൈൽ കമ്പ്യൂട്ടിംഗ് ദ ഇൻകം അണ്ടർ PGBP എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ്, വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി മസ്റ്റ് ബി അറ്റ് ആക്ച്വൽ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് ആസ് പെർ ICDS. ഏതാണ് ICDS 2. അപ്പോൾ നമുക്ക് ICDS 2ന് ആക്ടിനകത്തോട്ട് തന്നെ കൊണ്ടുവന്നു. ശരിക്കും ICDS 2 പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണിത്, അതിനെ എടുത്ത് ആക്റ്റിൽ കൊണ്ടുവന്നു, അത്രത്തോളം ലീഗൽ ബാക്കിംഗ് കിട്ടാൻ വേണ്ടി. 2, പർച്ചേസോ സെയിൽസോ നിങ്ങൾ വാല്യൂ ചെയ്യുമ്പോൾ ഇൻക്ലൂസീവ് മാനറിൽ വാല്യൂ ചെയ്യണം. എന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഡ്യൂട്ടിയോ ടാക്സോ അടച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമെങ്കിൽ നമ്മൾ പർച്ചേസ് ആയാലും സെയിൽസ് ആയാലും നെറ്റായിട്ട് അക്കൗണ്ട് ചെയ്യും. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ അടച്ച ടാക്സിന് ക്രെഡിറ്റ് കിട്ടുമെങ്കിൽ കോസ്റ്റിൽ ആഡ് ചെയ്യത്തില്ലല്ലോ. പക്ഷേ ICDS പറയുന്നത് പർച്ചേസും സെയിൽസും ഒക്കെ വാല്യൂ ചെയ്യുമ്പം കോസ്റ്റിൽ ഇൻക്ലൂസീവ് ആയിട്ട് എടുക്കണം, നിങ്ങൾ ഈ പറഞ്ഞ അടച്ച ടാക്സ് ഇൻക്ലൂസീവ് മാനറിൽ എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ശരിക്കും ഈ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ICA ഒരു ഗൈഡൻസ് നോട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എപ്പോഴും പറയുന്നത് ITC കിട്ടുമെങ്കിൽ കോസ്റ്റിൽ ആഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ നെറ്റ് ബേസിൽ അക്കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഗ്രോസ് ബേസിസിൽ അക്കൗണ്ട് ചെയ്യണം. നിങ്ങൾ ആ അടച്ച ഇപ്പോൾ സെയിൽസ് ചെയ്യുമ്പോൾ വിൽക്കുമ്പോൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത GST സെയിൽസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാനാണ് പറയണേ. പർച്ചേസ് ചെയ്തപ്പോൾ അടച്ച ടാക്സിന് ക്രെഡിറ്റ് കിട്ടുമെങ്കിലും അത് കോസ്റ്റിൽ കയറ്റി കാണിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഇൻക്ലൂസീവ് മാനർ. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിളിന് ജസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്. 3, സെക്യൂരിറ്റി ഇൻവെൻട്രി അത് ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണെങ്കിൽ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് എടുത്ത് വാല്യൂ ചെയ്യാം. പക്ഷേ അൺലിസ്റ്റഡ് സെക്യൂരിറ്റി ആണ് അല്ലെങ്കിൽ കോട്ടഡ് ആണ്, ട്രേഡിംഗ് ഒന്നും നടക്കുന്നില്ല, അൺകോട്ടഡ് സെക്യൂരിറ്റി ആണെങ്കിൽ അത് കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ മതി, ഇനീഷ്യലി മേടിച്ച കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ മതി. ഇതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് ബിഗ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ നോക്കൂ, ലിസ്റ്റഡ് ആണെങ്കിൽ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് എടുത്താൽ മതി. ഇത് ICDS 8 പറയുന്ന കാര്യമോ, അത് ആക്ടിന് എഗൻസ്റ്റ് ആണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് എഗൻസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അത് ഇവിടെ 145A കൊണ്ടുവന്നത്. അപ്പോൾ ICDS 8 നമ്മൾ കാര്യമായിട്ട് പഠിക്കും, സെക്യൂരിറ്റി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലെസ് എടുക്കും. അതേസമയം അൺലിസ്റ്റഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ അൺകോട്ടഡ് സെക്യൂരിറ്റി ആണെങ്കിൽ ഇനീഷ്യലി എത്ര രൂപയ്ക്കാണ് അത് മേടിച്ച് അത് എടുത്താൽ മതി, ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ മാർക്കറ്റ് വാല്യൂട്ട് കമ്പയർ ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കോൺഫ്ലിക്റ്റ് ആണ്. മറ്റൊരു കാര്യം പറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ച്, ഷെഡ്യൂൾഡ് ബാങ്കുകളെ സംബന്ധിച്ചും പബ്ലിക് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി ആണെങ്കിൽ RBIയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, വാല്യൂ അവിടെ RBI പറയും എങ്ങനെ വാല്യൂ ചെയ്യണമെന്ന്, ആ വാല്യൂഷൻ എടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ പറയുന്ന ICDS 8 ICDS 8 ആ കാര്യങ്ങൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തു. എവിടെ? 145A. അത്രേ ഉള്ളൂ. ICDS 8 നമ്മൾ പിന്നെ വിശാലോട്ട് പഠിക്കും. അപ്പോൾ 145A കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഇൻറ്റൻഷൻ ഇത്രയേ ഉള്ളൂ. ആ ഡൽഹി ഹൈക്കോർട്ടിൽ ICDS 2 പല പ്രിൻസിപ്പിളും തെറ്റാണെന്ന് പറഞ്ഞു, അത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് എഗൻസ്റ്റ് ആണ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഹൈക്കോർട്ട് ഡിസിഷൻ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി ആക്ടിനകത്തേക്ക് ആക്ട് അമെൻഡ് ചെയ്ത് ആക്ടിൽ ICDSന് വാലിഡിറ്റി കൊണ്ടുവന്നതാണ് 145A. ഇതുപോലെ മറ്റ് 2 സെക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 43AA എന്നൊരു സെക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് ഈ പറഞ്ഞ കേസ് വന്നതിന് ശേഷം കൊണ്ടുവന്നതാണ്. ഇനി ലാസ്റ്റിൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് 145A ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് നേരത്തെ പഠിച്ച കാര്യം ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് പറയണം. നിങ്ങൾ പർച്ചേസും സെയിൽസും ഒക്കെ വാല്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡ്യൂട്ടിയും ടാക്സും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടിയും ടാക്സും പിന്നീട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്, അത് ഗ്രോസ് ആക്കി തന്നെ കാണിക്കണമെന്ന് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് 145A. അപ്പോൾ ഇത് അക്കൗണ്ട്സിലൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ പ്രിൻസിപ്പിളിനും എഗൻസ്റ്റ് ആണിത്. പക്ഷേ ടാക്സിൽ ഇങ്ങനെ ഫോളോ ചെയ്യണം. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം സെയിൽസിൽ കളക്ട് ചെയ്ത GST ഇൻകത്തിൽ കാണിച്ചു, അടച്ച GST മൊത്തം എക്സ്പെൻസിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാമല്ലോ. അതിപ്പോൾ സെയിം മാർച്ച് 31 തന്നെ അടയ്ക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ ഡ്യൂട്ടിയും ടാക്സും എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി റിട്ടേൺ ഫയലിൻ്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ അടച്ചാൽ ക്ലെയിം ചെയ്യാമല്ലോ. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള പിന്നെ GST അല്ലെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി കളക്ട് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേ ഇയറിൽ തന്നെ അടച്ച് ഓഫ്സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ ഇമ്പാക്റ്റ് ഒന്നും വരില്ല. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിനകത്ത് നമ്മൾ GST ഇൻക്ലൂഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്കിലും GST ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുമ്പോൾ ഇച്ചിരി പ്രോഫിറ്റ് കൂടി നിൽക്കും അക്കൗണ്ട്സിലുള്ളതിനേക്കാളും ടാക്സിൽ. പക്ഷേ അത് അടുത്ത വർഷം ഓഫ്സെറ്റ് ആവും, കാരണം പിന്നീട് നമ്മൾ ഈ സ്റ്റോക്ക് വിൽക്കുമ്പോൾ
ആ GST അടയ്ക്കുമല്ലോ, അടയ്ക്കുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ ഒരു ടെമ്പററി ഒരു വ്യത്യാസം മാത്രമേ അതിനകത്ത് വരുള്ളൂ, കാര്യമായ ഒരു വേരിയേഷൻ വരില്ല. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഗൈഡൻസ് നോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബട്ട് റിയൽ ലൈഫിൽ പലരും ഇത് ഫോളോ ചെയ്യാറൊന്നുമില്ല, അവർ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് ചെയ്താൽ പോകുന്നത്. പക്ഷേ ആക്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് 145 ഇപ്പം ഗ്രോസ് ബേസിൽ കാണിക്കണമെന്നാണ്. റിയൽ ലൈഫിൽ പലരും നെറ്റ് ബേസിൽ തന്നെയാണ് കാണിച്ചു പോകണേ. പല ഓഫീസർമാരും അത് എടുക്കാറില്ല, കാരണം അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഇമ്പാക്റ്റ് അടുത്ത വർഷം അത് ഓഫ്സെറ്റ് ചെയ്ത് പോകും, സ്റ്റോക്കിൽ വരുന്ന ഇമ്പാക്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് 145A. അപ്പം 145A ജസ്റ്റ് ICDS 2മായി കണക്ട് ചെയ്ത് വന്നുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അറിഞ്ഞിരിക്കുക 145A എന്നുള്ള സെക്ഷൻ. അപ്പോൾ ICDS 2 അതിനിപ്പോൾ ലീഗൽ ബാക്കിംഗ് കൂട്ടാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ICDS 2ൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇത്രയും ICDS 2ൻ്റെ ആംഗിളിൽ അറിഞ്ഞിരിക്കുക. ഇതിൽ അസസ്മെൻറ്റ് ഓഫ് ഫേം റിലേറ്റ് ചെയ്തിട്ടാണ് മറ്റേ കാര്യങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ ഈ പറഞ്ഞ പോയിന്റ് ചോദിക്കാം. ബട്ട് ICDS 8 ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് ICDS 8 എത്തുമ്പോൾ നമ്മൾ പഠിക്കും. അത് ഇൻവെൻട്രിയാണ്, ബട്ട് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ICDS 1 നമ്മൾ ഫിനിഷ് ചെയ്തു. അതിന് മുമ്പ് നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് നോക്കി. ICDS 1 കഴിഞ്ഞു, ICDS 2 കഴിഞ്ഞു. അപ്പോൾ അടുത്ത സെഷൻ 145 എന്നുള്ള സെക്ഷനും കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തതിൽ നമുക്ക് ICDS 3 ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ആണ്. അത് അടുത്ത ലെക്ചറിൽ നമുക്ക് നോക്കാം.